ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജാൻജുവിന് അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റവ കേസരിയുടെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ല, കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുങ്കുമപ്പൂവിൻ്റെ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു കുങ്കുമപ്പൂവ് സ്ട്രാൻഡ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ മിക്സ് ചെയ്ത് തുടങ്ങുമ്പം തന്നെ അത്യാവശ്യം ആ കളേഴ്സൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇങ്ങനെ ഇരുന്ന് ആ കളറെല്ലാം ഒന്ന് ഡാർക്കൻ ആവട്ടെ. ഇനിയിപ്പോൾ കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പാട്ട് ചെയ്യാം. നല്ലൊരു പാൻ വെച്ച് ഒന്ന് ചൂടായ ശേഷം നമ്മളിതിലേക്ക് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യിലാണ് നമ്മൾ മുഴുവനായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എത്രത്തോളം നെയ്യ് ചേർക്കുന്നുണ്ടോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂണാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. ഇനി ആ നെയ്യ് ഒന്ന് ചെറുതായി മെൽട്ടായി വന്ന ശേഷം ആദ്യം തന്നെ നമുക്ക് ആ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അത്രയും നട്ട്സ് ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിവിടെ കാഷ്യൂവും അതുപോലെ തന്നെ ബദാമുമാണ് ചേർത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. കരിഞ്ഞു പോകരുത്. അതിന് മുന്നേ തന്നെ ലൈറ്റ് ബ്രൗൺ വരുമ്പം തന്നെ അത് മാറ്റി വെക്കുക. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. പാല് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തിളപ്പിച്ചാറിയ പാലാണ്. കട്ടിയുള്ള പാലാണ്, 1/2 കപ്പ്. പശുവിൻ പാലാണ്, സാധാരണ പാലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഈ പാല് കട്ടിയുള്ളതാണെങ്കിൽ നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി കട്ടി കുറവാണെങ്കിൽ 1 കപ്പ് പാലിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർക്കുക. വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് ബോയിലായി വരണം. ബോയിലായി വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പാണ്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര നമുക്ക് ചേർക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കുങ്കുമപ്പൂവ് അത്യാവശ്യം നല്ല ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് കളറിലേക്ക് വരുവാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുങ്കുമപ്പൂവിൻ്റെ കളറ് ഇറങ്ങി വരുന്നത് പെട്ടെന്ന്. നമ്മൾ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചെറു ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയും കളർ വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായി കുറച്ചും കൂടെ കളറ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ടൈമോട് കൂടി എടുത്തിട്ടുള്ളൂ. ഇനി നന്നായി ഇതൊന്ന് ബോയിൽ ചെയ്യട്ടെ. അപ്പം വേണമെങ്കിൽ നമുക്ക് മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് നന്നായിട്ട് ബോയിലാവട്ടെ. നന്നായിട്ട് ബോയിലാവുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് 240 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ ചേർക്കുന്നതാണ് ബെറ്റർ. ഇനി നമുക്കതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള റവ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ റവ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ കേസരി എന്ന് പറയുമ്പോഴത്തേനും ഒരു കുഴമ്പ് കുറച്ചുകൂടെ ഒരു കുഴഞ്ഞിട്ടാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്തിട്ട് ക്യൂബ്സ് ആയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചായയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു കുറച്ചൊരു തിക്കണിങ് ആകാൻ വേണ്ടി തുടങ്ങും. ആ സമയത്തേക്ക് വീണ്ടും നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുതൽ ഒരു 4 ടീസ്പൂൺ വരെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ സമയമാകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മളിതിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നട്ട്സ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, അതല്ലെങ്കിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോൾ തന്നെ എന്നുവെച്ചാൽ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിനി ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എടുക്കണം. നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടത് സ്പ്രെഡ് ചെയ്ത് ആ പ്ലേറ്റിലെ എല്ലാ പോർഷനും വേണ്ടി എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ആ കേസരിയുടെ ആ മിക്സ് ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്യണം. ചൂടോടുകൂടി വേണം നമ്മൾ പ്ലേറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇനി ആ തവി വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ തവി ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊരു നെയ്യ് സൈഡിലായിട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ആ നെയ്യിൽ ജസ്റ്റ് മുക്കിയിട്ട് വേണം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടി. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സ്പ്രെഡായി വരുമോയെന്ന്. പേടിക്കേണ്ട, നമ്മൾ നന്നായിട്ട് ആ നെയ്യിലൊക്കെ ഒന്ന് മുക്കിയിട്ട്
കുറച്ചൊരു സമയമെടുക്കും, എന്നാലും ആ ചൂടിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ പുക പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, ആവി. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് തവി വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി അങ്ങനെ ഒരു 30 മിനിറ്റ്സ് അതവിടെ സെറ്റ് ആവാൻ വേണ്ടി ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ജാൻജു ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവൻ്റെ ഫ്രണ്ട്സും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് മിസ്സുമാരും പറഞ്ഞു. സോ ഫൈനലി നമ്മുടെ റവ കേസരി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ നൈഫോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട ഒരു സൈസ്. ഈ ഒരു മെഷർമെൻറ്റിൽ ഏകദേശം ഒരു 15 to 20 പീസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു ചെറിയ പീസസ് ആയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഈസി റെസിപ്പിയാണ്. സോഫ്റ്റാണ് ആക്ച്വലി, ഇങ്ങനെ കാണുമ്പം കട്ടിയായിട്ട് തോന്നുമെങ്കിലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ പിള്ളേർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ ബൈ.